ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബണ്ണ് വെച്ചിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, മുട്ട പപ്സൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ. ഇത് നമുക്ക് മയണൈസോ ടൊമാറ്റോ സോസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ ഫില്ലിങ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം ടേസ്റ്റാണ് ഈ റെസിപ്പി എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 6 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ എൻ്റേത് 3 കുഞ്ഞ് സവാളയും 3 വലിയ സവാള കേട്ടോ. ഫുള്ള് വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു 5 സവാള ഒക്കെ എടുത്താൽ മതി. ഇത് സവാള നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ചുരുങ്ങി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സവാള ഇത്തിരി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് അത്യാവശ്യം ഫില്ലിങ്സ് നമ്മൾ കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ 6 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത്. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അല്ലാതെ കത്തിയായിട്ട് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണി കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുക്കുകയാണ്. ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്ന കുഞ്ഞിതാക്കിയിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള സൈസിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഞാൻ പറ്റങ്ങോട്ട് ചെറുതാക്കിയിട്ടില്ല. നമ്മൾക്കിത് ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടണ മാതിരിയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഞാനതൊക്കെ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അതേമാതിരി തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ഈ ഉള്ളി അരിഞ്ഞെടുക്കണ കൂട്ടത്തിൽ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഇതും കൂടി വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് വേറെ അരിഞ്ഞെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാതും കൂടി ഒന്നിച്ചിട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. എല്ലാത്തിനും കൂടെ ഇത് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരിവ് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എരിവ് കുറച്ച് ഇഷ്ടമാണ് എല്ലാവർക്കും, അതുകൊണ്ടാണ് ഞാൻ 2 മുളക് എടുത്തിട്ടുള്ളത്. 2 നല്ല എരിവുള്ള മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മസാലയിൽ ഒരുപാട് പൊടികളൊന്നും ചേർക്കണില്ല. അപ്പോൾ 2 മുളക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചെടുക്കട്ടോ. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ സാദാ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇത് എല്ലാതും ഓരോന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കണില്ല. അപ്പോൾ നമുക്ക് കുറേ ടൈം വേണ്ടി വരും കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം, പിന്നെ ഇഞ്ചി ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ വേറെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ഇട്ടിട്ട് വേറെ അങ്ങനെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാതും കൂടി ഒന്നിച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3-4 അല്ലി കരിവേപ്പിൻ്റെ ഇലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യേണ്ട. കരിവേപ്പിൻ്റെ ഇല എന്തായാലും ഇട്ട് കൊടുക്കണം, നല്ലൊരു ടേസ്റ്റും തരും, ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്ര മാത്രം മതി കേട്ടോ. മസാല വേറെ മുളകും പൊടി അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 പൊടികൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാലയും. കുരുമുളകിൻ്റെ പൊടി നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കുറക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് തന്നെ മതിട്ടോ. അത് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുത്തനയിക്കാലിട്ട അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാ സാധനവും ടേസ്റ്റ് ഉണ്ടാവിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഡിഷ് ഫ്ലോപ്പായി പോവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാതും പാകത്തിന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വയറ്റി അങ്ങോട്ട് ഇതാക്കണ്ട. അപ്പോൾ ഞാനിതാ ഫില്ലിങ്സൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന സാധാ ബന്നില്ല, ഇതിൽ 8 എണ്ണത്തിന് 30 രൂപ കേട്ടോ. അങ്ങനെ പാക്കറ്റ് ഉണ്ടാവില്ല, നമ്മൾ ബ്രെഡ് വാങ്ങണ മാതിരി അതേമാതിരത്തെ സാധാ ബന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ കീറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടണ്ട കേട്ടോ. അത് നമ്മൾ കൈവിരലിട്ട് ഇതാക്കിയാൽ തന്നെ ഒരു കുഴി മാതിരി അവിടെ ആയിക്കോളും. എന്നിട്ട് ഇതിൽ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കട്ടെ. അത്യാവശ്യം നല്ലോണം നിറച്ച് കൊടുക്കട്ടെ. ഇത് നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ഉന്തി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് കണ്ട് പോയിക്കോളും. പിന്നെ ഒരു കോഴിമുട്ട, ഞാൻ 4 കോഴിമുട്ടയാണ് പുഴുങ്ങിയത്. പകുതി നമ്മൾ പപ്സിനൊക്കെ ആക്കൂലേ അതേമാതിരി
പകുതി ആക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ പകുതി ഞാനെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് എത്ര ബണ്ണാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് കോഴിമുട്ട എടുക്കുക. കോഴിമുട്ട പുഴുങ്ങിയെടുക്കുന്നതൊന്നും ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല, അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ 8 ബ്രെഡാണെന്നുണ്ടെങ്കിൽ, ബ്രെഡല്ല ബണ്ണിട്ട 8 ബണ്ണാണെന്നുണ്ടെങ്കിൽ 4 കോഴിമുട്ട മതി. ഓരോ കോഴിമുട്ടൻ്റെ പകുതിയാണ് നമ്മൾ ഫില്ലിങ്സിൽ നിറച്ച് കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് പിന്നെ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാകെ അങ്ങോട്ട് മുറിക്കരുത്, ചെറിയൊരു പോക്കറ്റ് മാതിരി ആക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ 2 സൈഡിലേക്ക് ഉള്ളിലേക്ക് നമ്മളൊന്ന് വിരലേറ്റൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് നിറക്കാൻ നല്ല സുഖമായിരിക്കും. നമ്മളിങ്ങനെ ഉന്തി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇത് നിറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബണ്ണ് ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതേമായി തന്നെ കേട്ടോ. ഒരു കോഴിമുട്ട ഒന്നാകെ വെക്കരുത് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫില്ലിങ്സൊക്കെ വെച്ചതിന് ശേഷം ഇതേമാതിരി ഒന്നുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ അമർന്ന് നിൽക്കും കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കോട്ടിങ്ങും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഫ്രൈ ആക്കി എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മുക്കി പൊരിക്കുകയൊന്നുമല്ല, ഒന്നിങ്ങനെ നമ്മൾ ഈ എന്താ പറയുക തുറന്ന ഭാഗമൊക്കെ ഇല്ല, അതൊന്നിങ്ങനെ അടച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കുക. ഞാൻ കാണിച്ചു തരാം, അതേമാതിരി ആക്കി എടുക്കട്ടോ. നല്ല അതും കൂടി ഇങ്ങോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങോട്ട് വരലിട്ടോ. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചെടുക്കണം. ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കട്ടെ. ഞാനിപ്പോൾ സാധാ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്, നമ്മളെ പാം ഓയിലില്ല, അതാണ് സാധാ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കട്ടെ. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുത്തിട്ടില്ല, വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചെടുക്കുക. പിന്നെ ഈ നെയ്യിന് പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ബട്ടർ ഇല്ല, നെയ്യാണുള്ളത്. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കട്ടോ. ഞാൻ അങ്ങനെയാണ്, ഒരു സാധനം ഇല്ലയെന്ന് വെച്ചിട്ട് ആ സാധനം ഉണ്ടാക്കാതിരിക്കില്ല. നമ്മളെ കയ്യിൽ എന്ത് സാധനമാണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതായി നമ്മൾ ഈ തുറന്ന ഭാഗമില്ലേ, ഇതിലിങ്ങനെ ഇതേപോലെ കോട്ട് ചെയ്തതിന് ശേഷം ഈ തുറന്ന ഭാഗം ഈ ഓയിലേക്ക് കാണിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് 1-2 1 മിനിറ്റോ, പിന്നെ 1 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് നേരം ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അത് നല്ലോണം ഇങ്ങോട്ട് ക്ലോസ് ആയി വരും കേട്ടോ. പിന്നെ അതിന് ഇങ്ങോട്ട് പൊട്ടിയിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരുമൊന്നുമില്ല കേട്ടോ. ഒന്നിങ്ങനെ അമർത്തി പിടിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പിടിക്കണ അത്രയും നേരം തന്നെ മതി കേട്ടോ. ഞാനിത് വീഡിയോ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും നേരെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേമാതിരി തന്നെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടൊന്ന് പിടിക്കുക. അപ്പോൾ ആ ഫില്ലിങ്സ് ആ കോഴിമുട്ടൻ്റെ കോട്ടിങ്ങിൽ അവിടെ ഒട്ടിയിട്ട് നിൽക്കും, പുറത്തേക്ക് ഇങ്ങോട്ട് പൊട്ടിപ്പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് നല്ല ഒരു ടേസ്റ്റും കൂടി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഭാഗം സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ പറയട്ടോ. അത് 100% ഉറപ്പാണ്. ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമാവും. ഇത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബണ്ണിനൊന്നും വലിയ വില ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ കടയിൽ കിട്ടുന്ന സാൻഡ്വിച്ചിൻ്റെ ബണ്ണ് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, ബർഗർ ബ്രെഡ് ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാ ബണ്ണില്ലേ, ചായക്കടയിൽ കിട്ടുന്ന ബണ്ണ്, അത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വെറും 30 രൂപ ഉള്ളൂ. നമുക്ക് ഒരു 4 കോഴിമുട്ടയും ഒരു 30 രൂപേൻ്റെ ബ്രെഡ് പാക്കറ്റിനും ഇല്ലേ നമുക്ക് അത്ര വില, 30 രൂപ അല്ലേ. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം അത് വയറ് നിറയാൻ മാത്രം ഉണ്ടാവും കേട്ടോ. ഒന്ന് കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും നമുക്ക് വയറ് നിറയാൻ. അപ്പോൾ ഇതേമാതിരി എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ കളർ ആക്കൊന്നും വേണ്ട. ആ കോഴിമുട്ടൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കാണില്ലേ, നല്ലപോലെ ഒന്നും ഒരു ഫ്രൈ ആയി വന്നിട്ടുള്ളൊരു ഇത് വരും, അത്രയും ആയാൽ മതി കേട്ടോ. ഒരു 2-3 വട്ടം നമ്മൾ അവിടെ തന്നെ നിന്നിക്കാണ്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ നമ്മളെ
ബണ്ണ് കൊണ്ടുള്ള ഈ എന്താ പറയുക, ഇതിന് പേരൊന്നുമില്ല കേട്ടോ. ഈ സാധനത്തിന് പേരൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ബൺ പബ്സ് എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കട്ടോ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എപ്പോഴും പറയണമായി തന്നെ ലൈക്കും ഷെയറും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ നല്ല അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഉണ്ടാക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. നമുക്ക് ആ കോഴിമുട്ട പുഴുങ്ങണതും ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്ന ടൈം മാത്രം മതി. അതാണല്ലോ വലിയ പണിയുള്ളത്. പിന്നെ ഇത് കോഴിമുട്ടയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകാണ്ട് പൊരിച്ചെടുക്കാൻ വലിയ പണിയൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ. പിന്നെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണതുകൊണ്ടാണ് ഇത് ഇത്തിരിയെങ്കിലും ലെങ്ത്തായിട്ട് തോന്നുന്നത്. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിയും. നമ്മൾ വീഡിയോയിൽ കൂടി കാണിക്കുമ്പോഴാണ് ഒന്നും കൂടി ടൈം കൂടുതലായിട്ട് തോന്നുന്നത്. വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ നമുക്ക് ഇത്തിരി ടൈം കൂടുതലായിട്ട് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ വെറും 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരട്ടോ. നല്ല ചൂടുണ്ട്, കൈ പൊള്ളണ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് എടുത്തത് തൊടാൻ വയ്യ. അപ്പോൾ അത് വേറെ ഒന്ന് ഞാൻ അടിയിൽ വെച്ചത് എടുത്തിട്ട് ഒന്ന് മുറിച്ച് കാണിക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം ടേസ്റ്റാണെന്ന് കേട്ടോ. ഇതിലേക്ക് പിന്നെ മയണൈസ് വേണം കഴിക്കാം, ചട്നിയോ ചട്നിയല്ല സോസ് എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കുക. പക്ഷേ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. ഒന്നും ഉണ്ടാക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടിട്ട്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ.